എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം കമ്പനി ബോർഡ് LGSന്റെ എക്സാമിനേഷനൊക്കെ വരുന്നുണ്ട്. അതിനും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിമിനറിക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കൺഫ്യൂസിങ് GK ആണ്, അതുപോലെ തന്നെ അതൊരു ഹോട്ട് ടോപ്പിക്കുമാണല്ലേ. ഹോട്ട് ടോപ്പിക്കില് ജനറൽ നോളജിന്റെ കുറേയധികം ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോംബെ സമാചാർ എന്ന് പറയുന്ന വർത്തമാന പത്രത്തെ കുറിച്ച് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെഴുതണം ഇവിടെ? ബോംബെ സമാചാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ഏതാണ്? ബോംബെ സമാചാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ബോംബെ സമാചാർ എക്സാമിന് ചോദിക്കാറുണ്ടല്ലേ. 1822 ഈ മുംബൈ സമാചാർ എന്ന പഴയ ബോംബെ സമാചാരം സ്ഥാപിതമായത് എന്നാണ്? 1822 ഏഷ്യയില് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടങ്ങുന്ന ഏറ്റവും പഴയ പത്രം കൂടിയാണ് ഈ ബോംബെ സമാചാർ. ഏഷ്യയില് ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഗുജറാത്തി ഭാഷയിലാണ് ഈ പത്രം പുറത്തിറങ്ങിയത്. ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് ബോംബെ സമാചാർ പത്രം പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കുന്നത് മുംബൈയിലെ ഐതിഹാസികമായ റെഡ് ഹൗസ് കെട്ടിടത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രമാണ് ബോംബെ സമാചാർ. ഇതിന്റെ സ്ഥാപകൻ ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആരാടെ സ്ഥാപകൻ അറിയുമോ? പാഴ്സി പണ്ഡിതനായ ഫർദൂൻജി മർസ്ബാൻ ആണ്. ഫർദൂൻജി മർസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം 1822 സ്ഥാപിച്ചത്. അതുപോലെ തന്നെ 1832 ഇതൊരു ദിനപത്രമായി മാറുന്നത്. അതിന് തൊട്ട് മുമ്പ് 1822 ജൂലൈ 1 ഒരു വാരികയായിട്ടാണ് ഈ ബോംബെ സമാചാർ പ്രാരംഭ പ്രവർത്തനം നടത്തുന്നത്. ഇതിന്റെ ഉടമസ്ഥാവകാശം 1933 മുതൽ കാമ കുടുംബം, കാമ ഫാമിലിയാണ് ഇത് നടത്തുന്നത്. നിലവിലെ ഡയറക്ടർ ഹോർമുസ് N കാമയാണ്. നിലവിലെ ബോംബെ സമാചാറിന്റെ ഡയറക്ടർ ആരാണ്? ഹോർമുസ് N കാമയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കണം 2022, കാരണം 1822 ഒരു വാരികയായിട്ട് പുറത്തിറങ്ങിയെന്ന് പറയും. 2022 പത്രം അതിന്റെ 200ാം വാർഷികം കൂടി ആചരിച്ചു. അറിഞ്ഞിരിക്കണം ഏതാണ്? ബോംബെ സമാചാർ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിലെ ആദ്യകാല പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെയും ഏഷ്യയിലെയും ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റിനെ കുറിച്ച്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കൽക്കട്ടയിൽ നിന്നാണ് ബംഗാൾ ഗസറ്റ് ആരംഭിക്കുന്നത്. ഹിക്കീസ് ബംഗാൾ ഗസറ്റും എന്ന് ഈ ബംഗാൾ ഗസറ്റിനെ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഉദന്ത് മാർത്താണ്ഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉദന്ത് മാർത്താണ്ഡ് 1826 ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി പത്രമാണ്. എക്സാമിന് പക്ഷേ ചോദിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി പത്രമാണ് ഏതാണ്? ഉദന്ത് മാർത്താണ്ഡ്. കൽക്കട്ടയിൽ നിന്നാണ് ഇതും പുറത്തിറങ്ങിയത്. അതേപോലെ തന്നെ നമുക്കറിയാം ദ ടൈംസ് ഓഫ് ഇന്ത്യ 1838 പുറത്തിറങ്ങുന്നത്. ദ ബോംബെ ടൈംസ് ആൻഡ് ജേണൽ ഓഫ് കൊമേഴ്സ് എന്ന പേരിലാണ് ആരംഭിച്ചത്. എന്താണ്? ടൈംസ് ഓഫ് ഇന്ത്യ. ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആദ്യ പേര് ദ ബോംബെ ടൈംസ് ആൻഡ് ജേണൽ ഓഫ് കൊമേഴ്സ് എന്നാണ്. നിലവിൽ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അമൃത ബസാർ പത്രിക കേട്ടിട്ടുണ്ടാവും. അമൃത ബസാർ പത്രിക 1868 ബംഗാളി ആശയപ്പതിപ്പായി ആരംഭിച്ചു. പിന്നീട് ഇംഗ്ലീഷ് ദിനപത്രമായി മാറിയ പത്രമാണ് ഏത്? അമൃത ബസാർ പത്രിക. സ്വാതന്ത്ര്യ സമരകാലത്ത് നിർണായക പങ്ക് വഹിച്ച പത്രം കൂടിയാണ് ഏത്? അമൃത ബസാർ പത്രിക. 2004 പ്രസിദ്ധീകരണം അമൃത ബസാർ പത്രിക നിർത്തി. അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് ആഴ്ചപ്പതിപ്പായി ആരംഭിച്ച 1889 ദിനപത്രമായി മാറിയ നിങ്ങൾക്കറിയാം ദ ഹിന്ദു ആഴ്ചപ്പതിപ്പായ 1878 ആരംഭിക്കുന്നത്. 1889 അത് എന്ത് ചെയ്തു? ദിനപത്രമായിട്ട് മാറി. ഇനി അതുപോലെ തന്നെ ആദ്യകാല മലയാള പത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. രാജ്യസമാചാരം 1847 എക്സാമിന് ചോദിക്കാറുണ്ട്. രാജ്യസമാചാരം ഹർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. 1847 ഹർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ പത്രം. അതുപോലെ തന്നെ പശ്ചിമോദയം ഗുണ്ടർട്ട് തന്നെ ആരംഭിച്ച രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് 1847 പശ്ചിമോദയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനനിക്ഷേപം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1848 കോട്ടയത്തെ CMS പ്രസിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയകാല മലയാള പത്രങ്ങളിൽ ഒന്നായ നസ്രാണി ദീപിക എന്ന ദീപിക 1887 ആരംഭിച്ച
ഇന്നും നിലനിൽക്കുന്ന പഴയ മലയാള പത്രത്തിൽ ഒന്നാണ് ഏത്? ദീപിക. അതുപോലെ തന്നെ മലയാള മനോരമ 1890 കോട്ടയത്ത് നിന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ ആണ് ആരംഭിച്ചത്. ആ വസ്തുതയും നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രമായ ബോംബെ സമാചാറിനെ കുറിച്ചും ബംഗാൾ ഗസറ്റിനെ കുറിച്ചും കുറേയധികം പത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നും ഗോവ മുഖ്യമന്ത്രി ആരാണ്? പ്രമോദ് സാവന്ത് ആണ് ഗോവ മുഖ്യമന്ത്രി എന്നും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഗോവയ്ക്ക് ഇപ്പം 3 ജില്ലകളുണ്ട്. നേരത്തെ 2 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്ന. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയ്ക്ക് നേരത്തെ 2 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. 2025 ഡിസംബർ വരെ 2025 ഡിസംബർ 31 ദക്ഷിണ ഗോവയെ വിഭജിച്ച് എന്ത് ചെയ്തു? പുതിയൊരു ജില്ല കൂടി രൂപീകരിച്ചത്. അതിന്റെ പേരും കൂടി ഓർത്തിരിക്കണം. ഗോവയുടെ പുതിയ ജില്ല കുശാവതിയാണ്. 2025 ഡിസംബർ 31 നിലവിൽ വന്ന ഏറ്റവും പുതിയ ജില്ലയാണ്. ദക്ഷിണ ഗോവ ജില്ലയിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഏത് രൂപീകരിച്ചത്? കുശാവതി എന്ന് പറയുന്ന 3ാമത്തെ ജില്ല ഗോവയിൽ രൂപീകരിച്ചത്. അതുപോലെ തന്നെ കുശാവതിയുടെ ആസ്ഥാനം, ഏതിന്റെ 3ാമത്തെ ജില്ലയായ കുശാവതിയുടെ ആസ്ഥാനം കെപ്പം ആണ്. അപ്പോൾ ഉത്തര ഗോവയുണ്ട്, ദക്ഷിണ ഗോവയുണ്ട്, അതുപോലെ തന്നെ കുശാവതിയുണ്ട്. അപ്പോൾ കുശാവതി എന്ന് പറയുന്ന ജില്ല 2025 ഡിസംബർ 31 രൂപീകരിച്ചത്. ദക്ഷിണ ഗോവയെ വിഭജിച്ചിട്ടാണ് രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന കുശാവതിയുടെ ആസ്ഥാനം കെപ്പമാണ്. അതുപോലെ തന്നെ ഉത്തര ഗോവയുടെ ആസ്ഥാനം നിങ്ങൾക്കറിയാം. നോർത്തേൺ ഗോവയുടെ ആസ്ഥാനം പനാജിയാണെന്നറിയാം അല്ലെ? ഇത് ഗോവയുടെ തലസ്ഥാനം കൂടിയാണ് പനാജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദക്ഷിണ ഗോവയുടെ ആസ്ഥാനം മഡ്ഗാവ് ആണ്. ആ വസ്തുതയും മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. നിലവിൽ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെഴുതും? ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ എഴുതും. എന്നാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു എന്നറിയാം. ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നവോത്ഥാന നായകനാണ്. ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു അല്ലെ? 1856 ജനിക്കുകയും 1928 മരണമടയുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന സന്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നായിരുന്നു. അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നിങ്ങൾക്കറിയാം. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ശ്രീനാരായണ ഗുരു നടത്തിയത്. ബ്രാഹ്മണർക്ക് മാത്രം അധികാരമുണ്ടായിരുന്ന വിഗ്രഹ പ്രതിഷ്ഠാ കർമ്മം സ്വയം നിർവഹിച്ചുകൊണ്ടാണ് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചത്. ആര്? ശ്രീനാരായണ ഗുരു. ഇത് ഈഴവ ശിവനല്ല, വിശ്വമഹിമയുള്ള ശിവനാണ് എന്ന് വ്യക്തമാക്കിയത് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ആഹ്വാനം ചെയ്തതും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല തുടങ്ങിയ നിരവധി ദാർശനിക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതും ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അടുത്തത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങൾക്കറിയാം. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഭാരതത്തിന്റെ വിശ്വകവി എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ? ഭാരതീയത്തിന്റെ വിശ്വകവി എന്നറിയപ്പെടുന്ന, ഭാരതത്തിന്റെ വിശ്വകവി എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാൾ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ബഹുമുഖ പ്രതിഭയായ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ? അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിന് 1913 തന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം. ആർക്ക് ലഭിച്ചത്? രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത്. നിങ്ങൾക്കറിയാം, നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പേര് ഓർമ്മ വേണം. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 1913 വർഷം അറിയണം. 1913 ആര് കരസ്ഥമാക്കിയത്? രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിച്ച ഏക വ്യക്തി കൂടി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഏതൊക്കെ രാജ്യങ്ങളുടെ ആണ്? നമ്മുടെ ഭാരതത്തിന്റെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും. ഭാരതത്തിന്റെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർ സോന ബംഗ്ല എന്ന ദേശീയ ഗാനങ്ങൾ രചിച്ചതും ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ദേശീയ ഗാനമുണ്ട്, ശ്രീലങ്ക മാത എന്നുള്ളത്. ടാഗോറിന്റെ കവിതയിൽ നിന്നും സംഗീതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് കരുതപ്പെടുന്നതാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനമായ ശ്രീലങ്ക മാത. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള വിദ്യാഭ്യാസത്തിനായി ബംഗാളിലെ ബോൽപൂരിൽ
നിങ്ങൾക്കറിയാം ഇപ്പോഴുമുള്ള ശാന്തി നികേതനം എന്ന വിദ്യാലയം ഇതാണ് പിന്നീട് എന്തായി മാറിയത്? ഈ ശാന്തി നികേതനം, ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനമാണ് പിന്നീട് എന്തായി മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത്. അതുപോലെ തന്നെ 1915 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് സർ പദവി നൽകുന്നുണ്ടായിരുന്നു, നൈറ്റ്ഹുഡ് പദവി നൽകുന്നുണ്ടായിരുന്നു, സർ പദവി നൽകുന്നുണ്ടായിരുന്നു. 1919 ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല അറിയാലോ. ആ ജാലിയൻ ബാലാഗ് കൂട്ടക്കൊലയെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്ത്? സർ പദവി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അറിഞ്ഞിരിക്കണം. ഗോറ, കരേബരെ, ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ, അതായത് ഗോറ ദ ഹോം ആൻഡ് ദ വേൾഡ് എന്നാണ് കരേബരെ എന്നുള്ളത്. അതുപോലെ തന്നെ കാബൂളിവാല എന്ന ലോകോത്തര ചെറുകഥ. ഈ ഗോറയും കരേബരയും, അതായത് ദ ഹോം ആൻഡ് ദ വേൾഡും എന്താണ്? അദ്ദേഹത്തിന്റെ നോവലുകളാണ്. കാബൂളിവാല ലോകോത്തരമായിട്ടുള്ള ചെറുകഥയാണ്. ഇതെല്ലാം രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് പറഞ്ഞു. ഗാന്ധിജി തിരിച്ച് എങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത് അറിയുമോ? ഗുരുദേവ് എന്നാണ് ഗാന്ധിജി തിരിച്ച് ആരെ വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ഭാരതത്തിന്റെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം, അല്ലെ? ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച വിഖ്യാത ബംഗാളി സാഹിത്യകാരനാണ് ആര്? ബങ്കിംചന്ദ്ര ചതോപാധ്യായ. ബങ്കിംചന്ദ്ര ചാറ്റർജി എന്ന ബങ്കിംചന്ദ്ര ചതോപാധ്യായ 1838 ജനിക്കുകയും 1894 മരണമടയുകയും ചെയ്ത് സാഹിത്യ സാമ്രാട്ട് എന്നറിയപ്പെട്ട വ്യക്തിയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി. സാഹിത്യ സാമ്രാട്ട് എന്താണ്? സാഹിത്യ സാമ്രാട്ട്. അതുപോലെ തന്നെ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവായും കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന കൃതി അറിയാം. 1882 പ്രസിദ്ധീകരിച്ച ഈ നോവലിലുള്ളതാണ് വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജി പ്രസിദ്ധീകരിച്ച നോവൽ അടങ്ങിയിരിക്കുന്ന സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിൽ, ഓർത്തിരിക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ആനന്ദമഠം. ബങ്കിംചന്ദ്ര ചാറ്റർജി സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ഇത്, ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ. അതുപോലെ തന്നെ ഇത് സ്വാതന്ത്ര്യ സമരത്തിന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ആവേശം പകർന്ന ഒരു നോവൽ കൂടിയാണ് ആനന്ദമഠം. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഇതല്ല, അത് അറിഞ്ഞിരിക്കണം, രാജ്മോഹൻസ് വൈഫ് എന്നാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലിന്റെ പേര് രാജ്മോഹൻസ് വൈഫ്. അതുപോലെ തന്നെ ഈ രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്ന ആദ്യ നോവൽ അദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇത് ഒരു ഇന്ത്യക്കാരൻ, ഈ രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്ന നോവല് ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലീഷിൽ എഴുതിയ ആദ്യ നോവലുകളിൽ ഒന്നാണ് ഇത് രാജ്മോഹൻസ് വൈഫ്. ഇത് എഴുതിയത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. അതുപോലെ തന്നെ ദുർഗേശ നന്ദിനി കേട്ടിട്ടുണ്ടാവും. ദുർഗേശ നന്ദിനി എന്ന നോവലിലൂടെ ബങ്കിംചന്ദ്ര ചാറ്റർജി എന്ത് ചെയ്തു? ബംഗാളി സാഹിത്യത്തിൽ ഒരു പുതിയ യുഗത്തിനൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള മറ്റു കൃതികൾ അറിഞ്ഞിരിക്കണം. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ മറ്റ് പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കപാലകുണ്ടല, ദേവി ചൗധറാണി. ദുർഗേശ നന്ദിനി, കപാലകുണ്ടല, ദേവി ചൗധറാണി, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബംഗാളി ഭാഷയിലെ സാംസ്കാരിക ഉണർവ് ലക്ഷ്യമാക്കി 1872 അദ്ദേഹം ആരംഭിച്ച, അതായത് ബങ്കിംചന്ദ്ര ചാറ്റർജി ആരംഭിച്ച മാസികയാണ് ബംഗാദർശൻ. ബംഗാദർശൻ എന്ന മാസിക 1872 ആരംഭിച്ചത് ആരാണ്? ബംഗാദർശൻ എന്ന മാസിക ആരംഭിച്ചത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിലെ സാംസ്കാരിക ഉണർവ് ലക്ഷ്യമാക്കിയിട്ടാണ് 1872 അദ്ദേഹം എന്ത് ചെയ്ത്? ബങ്കിംചന്ദ്ര ചാറ്റർജി ബംഗാദർശൻ എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത്. ഓക്കെ അല്ലേടെ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിതയാണ് അരുന്ധതി റോയ്, അല്ലെ? അരുന്ധതി റോയ് ആണ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത. ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അല്ലെ? 1997 പുറത്തിറങ്ങിയ തന്റെ ആദ്യ നോവലാണ്. അരുന്ധതി റോയിയുടെ ആദ്യ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. ആ ആദ്യ നോവലിലൂടെ തന്നെ പ്രശസ്തി നേടിയ എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. ഈ കൃതിക്കാണ് സാഹിത്യ ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമായ ബുക്കർ പ്രൈസ് അരുന്ധതി റോയ്ക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഈ നമ്മുടെ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ഐമനം പശ്ചാത്തലമാക്കിയിട്ടാണ്, ഐമനം എന്ന് പറയുന്ന സ്ഥലം ഗ്രാമം പശ്ചാത്തലമാക്കിയിട്ടാണ് അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവൽ രചിച്ചിട്ടുള്ള ആദ്യ നോവലാണ്. അവരുടെ രണ്ടാമത്തെ നോവലുണ്ട്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം 97 ശേഷം 2017 പുറത്തിറങ്ങിയ രണ്ടാമത്തെ നോവലായ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്. എന്താണ്? ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്.
അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നർമ്മദാ ബച്ചാവോ ആന്തോളനിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2002 ലാനൻ കൾച്ചറൽ ഫ്രീഡം അവാർഡ് 2004 സിഡ്നി സമാധാന പുരസ്കാരവും അതുപോലെ തന്നെ 2024 യൂറോപ്യൻ എസ്സേ പ്രൈസിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനൊക്കെ ആരർഹരായി? അരുന്ധതി റോയി അർഹയായി. അടുത്തത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്ന എന്തിനാണ്? ഏത് നദിയുടെ? കാവേരിയാണ്. അപ്പം ദക്ഷിണഗംഗ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടെ ഗംഗ എന്നറിയപ്പെടുന്ന കർണാടകത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്ന നദിയാണ് ഇത് കാവേരി എന്ന് പറയുന്നത്. കർണാടകയിലെ കൂർഗ് ജില്ലയിലുള്ള പശ്ചിമഘട്ടത്തിലെ തലക്കാവേരിയിൽ നിന്ന് കാവേരി ഉദ്ഭവിക്കുന്ന. അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി പുതുച്ചേരി വഴി എവിടെ പതിക്കുന്ന? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ദക്ഷിണേന്ത്യയിലെ നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന കാവേരി. ഈ കാവേരിയുടെ നീളം എത്രയാണ്? ഏകദേശം 800 കിലോമീറ്റർ നീളമാണ് കാവേരിക്കുള്ളത്. കാവേരിയുടെ പോഷക നദികൾ അറിയുമോ? ഹേമാവതി, ഹാരംഗി, കബിനി, അർക്കാവതി, ലക്ഷ്മണ തീർത്ഥ, അതായത് കർണാടകയിലാണ് ലക്ഷ്മണ തീർത്ഥ എന്ന്. അതുപോലെ ഭവാനി, നോയൽ, അമരാവതി എന്ന് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്ന പോഷക നദികളാണ്. ആരുടെ പോഷക നദിയുടെ? കാവേരിയുടെ പോഷക നദികൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശിവസമുദ്രം വെള്ളച്ചാട്ടം. ഈ ശിവസമുദ്രം വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. എക്സാമിന് ചോദിക്കാം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവസമുദ്രം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. നമുക്കറിയാം കാവേരി നദീജല തർക്കം തമിഴ്നാടും കർണാടകയുമായി ബന്ധപ്പെട്ട് നിരവധി ദശകങ്ങളായി നിലനിൽക്കുന്ന നിയമതർക്കം നിലനിൽക്കുന്ന നദീജല തർക്ക പദ്ധതിയാണ്. ഏത് നദീജലവുമായി ബന്ധപ്പെട്ട് ഏത് നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് ചോദിച്ചാൽ കാവേരി നദീജല തർക്കമാണ്. അതുപോലെ തന്നെ കാവേരി നദിയിലെ പ്രധാന അണക്കെട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സാഗർ, മേട്ടൂർ, ഇതൊക്കെ എന്താണ്? കാവേരി നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. അപ്പോൾ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗോദാവരിയാണ്. എന്ത്? വൃദ്ധഗംഗ. ദക്ഷിൻ ഗംഗ അഥവാ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി അല്ലെ. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രംബകേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആരാടെ? ഗോദാവരി ഉദ്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രംബകേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 1465 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂട്ടിയ നദിയാണ് ഏത് പറ? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി. വലിപ്പത്തിൽ പ്രാധാന്യത്തിലും ഗംഗാ നദിയോട് സാമ്യമുള്ളതിനാലും ഇന്ത്യയിലെ ഏറ്റവും പഴയ നദികൾ ഒന്നായതിനാലാണ് എന്ത് വിളിക്കുന്നതിനെ? വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നത്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി കാവേരിയും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? വാർധ, വെയിൻഗംഗ, പെൻഗംഗ എന്നീ നദികൾ ചേർന്ന പ്രാണഹിത എന്ന് പറയുന്നതാണ് ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് പ്രാണഹിത. വാർധ, വെയിൻഗംഗ, പെൻഗംഗ എന്നീ നദികൾ ചേർന്നാണ് പ്രാണഹിത രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രാവതി ഛത്തീസ്ഗഡിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. അതുപോലെ തന്നെ ശബരി എന്ന് പറയുന്നതും ഗോദാവരിയുടെ പോഷക നദിയാണ്. അതുപോലെ ഗോദാവരിയിലെ പ്രധാന അണക്കെട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പോളവാരം അണക്കെട്ട്, ജയക്കോടി അണക്കെട്ടൊക്കെ ഗോദാവരിയിലെ പ്രധാന അണക്കെട്ടുകളാണ്. അടുത്തത് കേരളത്തിന്റെ തനതായ നൃത്തമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനതായ നൃത്തം ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ തനതായ നൃത്തം മോഹിനിയാട്ടം. അതേപോലെ കേരളത്തിലെ പ്രധാന നൃത്തരൂപങ്ങൾ, ഇന്ത്യയിലെ നൃത്തരൂപങ്ങളിലെ കേരളത്തിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും എന്നറിയാം അല്ലെ. ഓരോന്ന് ഉത്ഭവിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കഥകളിയും മോഹിനിയാട്ടവും ഉത്ഭവിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. അതുപോലെ തന്നെ ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ഉത്ഭവിച്ചത്. അതുപോലെ തന്നെ കുച്ചിപ്പിടി ആന്ധ്രാപ്രദേശിലാണ് ഉദ്ഭവിച്ചത്. അതുപോലെ തന്നെ ഒഡീസി നിങ്ങൾക്കറിയാം, ഒഡീഷയിലാണ് ഉത്ഭവിച്ചത് എന്നുള്ളതും. മണിപ്പൂരിലാണെന്നും സത്രിയ അസമിലാണെന്നും. കഥക് എവിടെയാണ്? കഥകളിയല്ല, കഥകളി കേരളത്തിലാണ്. കഥക് ഉത്തർപ്രദേശിലാണെന്നും അറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് GKയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.